എന്നെ കുംഭംകുമാരെന്ന് പറഞ്ഞാൽ ഈ നാട്ടുകാരറിയൂ. എനിക്ക് പണ്ട് ഈ കല്ലൂര് വാറ്റായിരുന്നേ. അന്ന് ചാരായത്തിന് 1 രൂപ 50 പൈസ. നിന്റെ അച്ഛൻ വരന്തരപ്പള്ളിയിൽ കൂപ്പിന്റെ പണിക്ക് പോകുമ്പോ എന്നും അവിടെ വന്ന് കൂടിയിട്ടേ പോവാറുള്ളൂ. ആ ചന്ദ്രന്റെ മോനാണ് നീന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പൊ കുറച്ച് മുന്നാ. നീയാകെ വളർന്നൊരുമാതിരി കാട്ടുമാക്കാനെ പോലെ ആയില്ലോടാ. ചേട്ടാ വന്ന കാര്യം പറഞ്ഞേ. കുപ്പി എവറാ? എന്ത് കുപ്പി? എൻ്റെ കയ്യിൽ കുപ്പിയൊന്നുമില്ല. ഇതാ കൊച്ചറക്ക, കുപ്പി നീ താത്തിയതാണെന്നും 1 കുപ്പി പോലും നീ വിറ്റിട്ടില്ലാന്നും ഈ ചുറ്റുവട്ടത്തൊക്കെ തിരക്കിയിട്ട് ഞാനും ഇങ്ങോട്ട് വന്നേ. മോനെ വിനു, ഇങ്ങോട്ടേക്ക്. നിന്റെ പുറകിൽ എക്സസൈസ് ഉണ്ട്. സേഫായി കുപ്പിയും കച്ചവടാക്കി കാശും പോക്കലിട്ട് പോവാന്നാ നീ കരുതിയേ? നടക്കില്ല വിനു. എക്സസൈസ് നിന്നെ പൂട്ടും. പക്ഷെ ഈ കുമാരേട്ടൻ വന്നത് വേറൊരു ഡീലായിട്ടാ. കുപ്പി ഒന്നിന് 5000 രൂപ വെച്ച് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാർട്ടിണ്ടാ. ആര്? പുലിപ്പാറക്കുന്നിൽ ഗോഡ്സൺ തനിയൻ ഗ്ലാഡ്സൺ അണ്ടർവേൾഡ് കിങ്സ്. എത്ര കുപ്പി ഉണ്ടാ നിന്റെ കയ്യില്? പതുക്കെ പറ. എത്ര കുപ്പിയുണ്ട് നിന്റെ കയ്യില്? ഒരു 31 കുപ്പി കാണും. 30 കുപ്പിക്ക് 5000 രൂപ വെച്ച് 30 ലിറ്ററിന് 1.5 ലക്ഷം രൂപ പറ്റുമോ? കുപ്പി അങ്ങനെ എളുപ്പെടുക്കാൻ പറ്റിയ സ്ഥലത്തല്ല. പുറകിലാണ് എക്സസൈസ് ഉണ്ട്. എനിക്കൊരു സമയം വേണം. ഇത് 10,000 അഡ്വാൻസ്, ബാക്കി കച്ചവടം നടന്നിട്ട്. മനസ്സിലായ? കുമാരൻ്റെ ഡീലിങ്സൊക്കെ ഇങ്ങനെയാ, സ്ട്രൈറ്റ് ഫോർവേഡ്. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ മോൻ പ്ലാൻ ചെയ്തിട്ട് വിളിക്കേ. ഓക്കെ? ഇനിയിപ്പോ ഷർട്ടോ എന്താ പേടിയാവുണ്ട് വിനു. അച്ഛനാണെങ്കിൽ ജാതകവും പോയി നോക്കി 10 പൊരുത്താന്നൊക്കെയാ പറയണേ. അവൻ എത്രയും ഇവിടെ നടത്താനുള്ള പ്ലാനില്ല. ഏയ്, നീ പേടിക്കൊന്നും വേണ്ട. എൻ്റെ മുന്നിലൊരു വഴി തെളിഞ്ഞു വന്നിട്ടുണ്ട്. സംഗതി സെറ്റായ കുറച്ച് കാശ് എൻ്റെ കയ്യിൽ വരും. കാശ് വന്നാൽ നമുക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാം. എന്താ ഇവിടെ കൂട്ടാൻ വെക്കാനൊന്നുമില്ല. നീ വരുമ്പോഴേ ആ പാപ്പന്റെ കടയിൽ നിന്ന് കുറച്ച് പച്ചക്കറി മേടിച്ചോണ്ട് പോവാ. ആ ശരി. നീ പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ടിരി. ഞാൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നിന്നെ വിളിക്കാം. ഞാൻ പോട്ടെ. നീ പോകണ്ടേ? അങ്ങനെ പോ. പാപ്പ ഒരു ഗ്ലാസ് അല്ല, ഒരു ഗ്ലാസ് കുടിക്കണത് നല്ലതാ. നല്ല ശോധന കിട്ടും. കുടിച്ചോ. എനിക്കും വയറിന് ലേശം പ്രശ്നം ഉണ്ടായിരുന്നു. നീ വല്ല ഗുളികയുമായി കഴിച്ചടാ. പാപ്പോയ്, മത്തങ്ങ എന്താ വരാ? മത്തങ്ങ കൊടുക്കണില്ല. കുമ്പളങ്ങ കൊടുക്കണില്ല. എന്തെനിക്കൊരു 1 കിലോ പരിപ്പുതാ. പരിപ്പ് തീർന്നു പോയി. ഏയ് പരിപ്പല്ല പാപ്പ എനിക്കിപ്പോ തന്നെ. അതോടുകൂടി ഇവിടുത്തെ തീർന്നു. നീ പൊക്കടേക്ക. അപ്പൊ എനിക്ക് തരാൻ ഈ കടയിൽ ഒന്നുമില്ല. നിനക്ക് തരാൻ ഒന്നുമില്ല. ആയിക്കോട്ടെ. പൊക്ക. കുമ്പളങ്ങ അവിടെ വെക്കടാ. ഒരു കുമ്പളങ്ങ. 30 ലിറ്റർ സാധനം അവിടെ വെച്ചിട്ട് ഒരു പെഗ് തരാത്തവനവൻ പച്ചവെള്ളം അവന് കൊടുത്തു പോകരുത്. കൊടുക്കരുത്? എന്നെ കല്യാണം വിളിക്കാത്ത തെണ്ടിയത്. വെറുതെ അല്ല പെങ്ങൾ വിളിച്ചോടി അല്ലേ? ഒട്ടും കൊത്തില്ലടയ്ക്ക. ഒട്ടും കൊത്തില്ല. ഞാൻ മുണ്ടോ ശരിക്കട്ടെ. എന്താ സുമേഷേ, മൊത്ത സീനാണ്. എന്താ നിന്നെ അന്വേഷിച്ച എല്ലാ വീട്ടിലും പോലീസുകാർ കയറി ഇറങ്ങുന്നുണ്ട്. അവരുടെ കയ്യിൽ ഡ്രോൺ അടിച്ചിരുന്ന നിന്റെ ഫോട്ടോ ഉണ്ട്. കണ്ടപ്പോ തന്നെ നീയാന്ന് എനിക്ക് മനസ്സിലായി. ഏതേലും ഉണ്ടാവും ഇട്ട് കൊടുക്കൂട്ടാ. ഉറപ്പാണളിയാ പണിയാട്ടാ. നീ സാധനം എവിടെ താഴ്ത്തിയേ? അതൊക്കെ ഉണ്ട്, സീക്രട്ടാ. നീ എവിടെ താഴ്ത്തിയാലും ശരി, ഒരു കാരണവശാലും പോലീസ് അവിടെ എത്തരുത്. അതിന് നിനക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് നീ ചെയ്തോ. ചേട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടാ? ഒന്നുമില്ലടി. ഒന്നുമില്ലേ? സുമേഷേണ്ട മുഖം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടെ? എന്തിട്ടാ കാര്യം പറയ്. ഒന്ന് പോയിടി അവിടെ നിന്ന്.
നിനക്ക് എൻ്റെ പ്രശ്നം പറഞ്ഞിട്ട് ഇപ്പം എന്തിനാ? നിനക്ക് ആ സീരിയലിൽ പ്രശ്നം പറഞ്ഞിട്ട് ഇരുന്ന പ്രശ്നം ഇന്ന് ഞായറാഴ്ചയാ, സീരിയലൊന്നും ഇല്ല. നെഞ്ചത്തോട്ട് കയറും. അവളുടെ കാര്യം അന്വേഷിക്കും. ഞാൻ അന്വേഷിക്കും. നിനക്ക് തയ്ക്കാന്നല്ലേ? തയ്ക്കാനൊന്നും ഇല്ല. എന്താ കളിയാ? ഭയങ്കര ചുമയാണല്ലോ. ആളാ സിഗരറ്റ് വലിച്ചിട്ടേ കപം കെട്ടിന്ന് ഭയങ്കര വലിയപ്പോ. നീ എവിടെ തട്ടിയാലും ശരി, ഒരു കാരണവശാലും പോലീസ് അവിടെ എത്തരുത്. അതിന് നിനക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് നീ ചെയ്തു. എന്താ ഇവിടെ കാണിച്ചിട്ടുണ്ട്? ഷോമി ഈ മണ്ടനതിൽ ഫസ്റ്റ്. ഹേ വസന്തം തടഞ്ഞാൽ വർണ്ണത്തെ എതിർത്താൽ ഒരു പൂവ് പോലും പൂക്കൂല, ഒരു ഏത്ത പോലും പഴുക്കൂല, ഒരു പൂത്തിരി പോലും കത്തൂല, ഒരു കാലച്ച പോലും കേക്കൂല. വസന്തം വരട്ടെ, വർണ്ണങ്ങൾ വിരിയട്ടെ, കവികൾ എഴുതട്ടെ, പാട്ടുകൾ പാടട്ടെ. ആ ഫോണിനടുത്ത് ആ ഷോമിയെ നീ അറിഞ്ഞ? എന്ത്? എടാ നമ്മുടെ വിനുനെ. അപ്പൊ നീ അറിഞ്ഞില്ലേ? പറയടാ. നമ്മുടെ വിനുനെ കൊറോണയാ. കൊറോണയാ? എപ്പോ? ഞാൻ ഇന്നലെ കൂടെ കണ്ടാണല്ലോ അവനെ. അതല്ല ഞാൻ നിന്നെ വിളിച്ചേ. പുറത്താരും അറിഞ്ഞിട്ടില്ല. കുറച്ച് ദിവസമായിട്ട് ഞാൻ നോക്കുമ്പോ അവൻ ഭയങ്കര ചുമ. അവനും അവന്റെ അമ്മയും തമ്മിലുള്ള സംസാരത്തിൽ നിന്നാ എനിക്ക് കാര്യം മനസ്സിലായത്. പുറത്ത് പറയാനുള്ള മടിക്ക് ട്രീറ്റ്മെന്റ് ഒന്നും വേണ്ടെന്ന് വെച്ചാൽ ഒതുക്കി തീർക്കാനുള്ള പരിപാടിയാ. അത് കൊള്ളാലോ. ഇനിയിപ്പോ പിള്ളേരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ വിളിക്കും. ആരേലും എന്തേലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞു മാത്രം പറഞ്ഞാൽ മതി. കൂടുതലായിട്ടൊന്നും പറയാൻ നിൽക്കണ്ട. ഇന്നലെയും കൂടി ഞാനും കപ്പനും സാമ്പാറും പാലത്ത് വെച്ച് കൊണ്ട് സംസാരിച്ചാന്നേ. ശരിയാ, അപ്പൊ അവന് നല്ല ചുമയുണ്ടായി. പറഞ്ഞൂടെ? ആ സംഭവം കൊറോണയാണ്. അറിയാലോ സിനി. നോക്കി കൈകാര്യം ചെയ്യും. ശരിയല്ലയോ? എന്നെങ്ങാനും വരുമോ? ആ പറയടാ. എടാ സാമ്പാറെ നീ അറിഞ്ഞ? എന്ത്? നമ്മുടെ വിനുവിന് കൊറോണ. കൊറോണയാ? ഷോമി പറഞ്ഞതാ. എന്നോട് പറഞ്ഞില്ലല്ലോ. നീ ഇനിയിപ്പോ ആരോടും പറയാൻ നിൽക്കണ്ട. കുറച്ച് സീനാ. ആണോ? അളിയ ഷോമിയെ നമ്മുടെ വിനുവിന് കൊറോണയാണോ? നീ ഇതെങ്ങനെ അറിഞ്ഞേ? നമ്മുടെ സുമേഷ് ഇപ്പൊ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൻ പറഞ്ഞതാ. നീ ഇതാരോടും പറയാൻ നിൽക്കണ്ടട്ടാ. ഞാൻ പറയില്ലേ. ശരിയളിയ. ആ സാമ്പാറെ പറടാ. നീ അറിഞ്ഞാ? എന്ത്? നമ്മുടെ വിനുവിന് കൊറോണന്ന്. കൊറോണ. കൊറോണയോ? അമ്മേ ഇത്തിരി മഞ്ഞളെല്ലാം തിളപ്പിച്ചോ. ലോക്ക്ഡൌൺ മാറാണ്ട് തുറന്ന ഷഡ്യേ. ആ നീ വർക്ക്ഷോപ്പ് തുറന്നോ? ഇല്ലളിയാ, ഈ എക്സൈസിന്റെ ജീപ്പ് പണിയാൻ വേണ്ടി തുറന്നതാ. ആ പിന്നെ ഞാൻ നിന്നെ കാണാൻ വേണ്ടി ഇരിക്കായിരുന്നു. അളിയാ, ഇന്നലെ എക്സൈസിലെ സാബു സാർ ജീപ്പോണിടെ വന്നിട്ടുണ്ടായി. ആള് നിന്നെ പറ്റി നല്ലോണം ചോദിച്ചു. എന്നാലും എൻ്റെ അളിയാ, നീ ആ കുപ്പി എവിടെടാ കൊണ്ട് താത്തിയേ? എന്റെ പൊന്നു ഷഡ്ഡി, എൻ്റെ കുപ്പിയൊന്നുമില്ല. നീ കഥ വിടളിയാ. എനിക്കെന്തായാലും വേണ്ട. ഞാൻ അടി ചവിട്ടിയാലും നിനക്കറിയാലോ. നാട്ടുകാർ നല്ല സീനാ. ഒരു പെഗ് പോലും കൊടുക്കാത്തതിലും അവന്മാരെല്ലാം നല്ല കട്ട കലിപ്പിലാ. അളിയാ, നിന്നെ ഇട്ടുകൊടുക്കാൻ നല്ല ചാൻസ് ഉണ്ടേ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്നാൽ ഞാൻ പോയി വണ്ടി പണിയിട്ട് കളിയാ. നാളെ രാവിലെ വണ്ടി കൊടുത്തില്ലെങ്കിൽ ആളെന്നെ കൊല്ലും. നീ എവിടെയാ? ഞാനിവിടെ നാട്ടിലുണ്ടാ. നീ എന്താ പരിപാടി? ഒന്നും പറയണ്ടാവേ. ഒരു 1.5 പെഗ് തരാന്ന് പറഞ്ഞിട്ടൊരു മേജറുണ്ട്. അയാളുടെ തെങ്ങിന്റെ തടം കോരി 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 നടുപൊടിച്ചു. നിനക്ക് 1.5 അല്ല, 1/2 ലിറ്റർ ഞാൻ തരും. 1/2 ലിറ്ററാ? നീ കേറി വാ. നിന്റെ അടുത്താ? അല്ലടാ വാടാ. എടാ ഈ ഫോട്ടോ വെച്ചിരുന്ന് അവിടെ എത്താനുള്ളൊരു സമയം എനിക്ക് തന്നെ. വാ വാ. അതേ പറഞ്ഞ. സാബുവനെ
എന്താണ് ഫോണിൽ കളി ജയിക്കാതെ ആ പ്ലാവിന്റെ കമ്പ് കയറി വെട്ടിയേ. പ്ലാവിന്റെ കൊമ്പ നീ പിടിച്ചേ. വീട്ടിലൊരു തന്തയില്ലേ, രണ്ടാളും കൂടി കയറി അങ്ങോട്ട് വെട്ടിയാ മതി കേട്ടാ. ബീവറേജ് തുറന്നോട്ടെ, ഞാൻ കാണിച്ചു തന്നുണ്ട്. 1.5 പെഗ് നിന്നിട്ട് ഏതും തൊട്ടുണ്ടാക്കി നിൽക്കണ തേണ്ടി പുറത്തുമില്ലട്ടാ. എന്റെ പൊന്നെ, ഓ ഇത് മതി. ബാക്കി എൻ്റെ തെണ്ടി എല്ലാം കുടിച്ച് തീർക്കും. വിനു ആ അളിയ നീ പിന്നെ ചെറുതായ സാധനമല്ലേ? സാധനമുണ്ട്. ആ പിന്നെ നീ പുറകിലോട്ടുന്നോ, ഞാൻ സാധനത്ത് അങ്ങോട്ട് വരാം. ടച്ചിങ്സ് കൂടെ എടുത്തോട്ടാ. ആ ടച്ചിങ്സ് ഒക്കെ ഉണ്ട്, നീ ചെല്ല്. എടാ പിന്നെ ആ പറമ്പിലോട്ടൊന്നോട്ടാ. പറമ്പിലെ കൊടുത്തല്ലോ എവിടെയെങ്കിലും നിൽക്കാം, നീ വേഗം വാട്ടാ. ആ കിണറ്റിലൊന്നും പോയി ചാടല്ലട്ടാ. വിനു ആരേതാ? അത് കൂട്ടുകാരനാ. ഒരു കൂട്ടുകാരൻ നിന്റെ പെങ്ങളെയും കൊണ്ട് പോയിട്ട് മതിയായില്ലല്ലേ? സാബുനെ സാധനം കണ്ടാ? അമൃതാണ്, അമൃത്. റമ്മണല്ലേ? ആ എന്താടാ എവിടെയായിരുന്നു ഇത്ര നാളും? ഞാൻ വീട്ടിലുണ്ടായി. ഇത്ര നാളും എവിടെയായിരുന്നു? എന്നോടല്ലേ 24 ദിവസമായി കണ്ടിട്ട്. അളിയാ നീ കരയാണാ? ആനന്ദ കണ്ണീര്, ആനന്ദ കണ്ണീര്. ഞാൻ ഒരെണ്ണം അടിച്ചോട്ടെ. അടിക്കളിയാ ഓജേ. ഓജോ വെള്ളമൊന്നും വേണ്ട. വേണ്ടേ? വേണ്ട. എങ്ങനെണ്ടാ? നീ എന്താ പണിന്ന് പറഞ്ഞില്ല? നീ ഒരോട് അടിച്ചേ പറയാടാ. അടിക്കാം, കൊഴപ്പൊന്നുമില്ല. ഏയ് അടി പറയാന്ന്. ഭയങ്കര അടങ്ങേറ് പിടിച്ച പണിയാണല്ലത്. എക്സസൈസുകാരിക്കിട്ട് പണിയെടുക്കാന്ന് പറഞ്ഞാൽ നമ്മക്കിട്ട് പണി കിട്ടൂലേ? ഇല്ല സാമോനെ, ഇതൊന്നും ആരും അറിയാൻ പോണില്ല. നോക്കിയേ, നീ ഇതെനിക്ക് ചെയ്തു തരണം എങ്ങനെങ്കിലും. എന്നാലും ജീപ്പിന്റെ ബ്രേക്ക് കളയാന്ന് പറഞ്ഞാല് അതിനെന്താ, ബ്രേക്ക് അല്ലേ? നീ റോഡ് ഒഴിച്ചേ. അത് പറ. അപ്പൊ നമ്മള് മതി. ആര ബ്രേക്കാ പൊട്ടിക്കണ്ടത്? അളിയാ ചവിട്ട് തീർക്കാന്ന് പറഞ്ഞില്ലേ? ഇതിന് 1/2 ലിറ്റർ തീർന്നില്ല. എന്തൊരു കഷ്ടം. വല്ലതും നടന്നാ? എല്ലാം അടിച്ചിട്ടുണ്ട്, ഒരു പേടിയും പേടിക്കണ്ട. ആ വാ, ഞാൻ വണ്ടി സ്റ്റാർട്ടാവൂലേ? വണ്ടിയൊക്കെ സ്റ്റാർട്ടാവും. ആളോടിയ എന്നെ കുറ്റം പറയാൻ നിൽക്കും. സാമോനെ, എന്താണ്? നിന്റെ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എല്ലാത്തിനും ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഒരു കാരണവശാലും അളിയാ ചത്താലും നീ എന്നെ വിളിച്ചേക്കരുതട്ടാ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഓക്കെ അളിയാ? അല്ല അപ്പൊ എന്റെ കല്യാണം ഞാൻ നിന്നെങ്ങനെ വിളിക്കും? എന്റെ പൊന്നളിയാ, പണിതത് എക്സൈസ് ജീപ്പിലാണ്. നീ ഫോണൊന്നും ചെയ്യണ്ട, നിന്റെ കല്യാണത്തിന് എങ്ങനെയെങ്കിലും എത്തിക്കോളാം. പിന്നെ പോലീസുകാരുണ്ട്, കുടിച്ചിട്ടുണ്ട്, സൂക്ഷിച്ചു പോട്ടാ. എടി കൊറോണ വന്ന ശേഷം കുടിച്ചിട്ട് എവിടെ വേണമെങ്കിലും പോവാന്ന്. എന്നാ പോ. പോലീസുകാരൊരു ഒതുക്കൊരു മാങ്ങാത്തലില്ല. ആകെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, ഒരു തുള്ളി കുടിക്കാൻ കിട്ടില്ല. ഈ കുടിച്ചോന്നും പോരെ. എന്റെ ബാക്കിലൊരു ഇരിപ്പുണ്ടോ? എൻ്റെ ഒരു തേങ്ങയില്ല. നീ വണ്ടി കയറി. നീ വണ്ടി വിട്ടെ. എന്റെ മാമൻ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയോ? പാരസെറ്റമോളിൽ സോഡ എടുത്ത് കുടിച്ചാൽ മൂടാവുന്നു. ഞാൻ അത് കുടിച്ച് മൂടായി കിടക്കും. നീ പോവാ. എന്നെ പറ്റിച്ചത് ചത്ത് പോകട്ടളിയാ.